ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോയിൽ +1 ഇംഗ്ലീഷ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ളൊരു ടോക്കാണ്. അതായത് +1 ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ 80 മാർക്സിനാണ് എക്സാം നമുക്കറിയാം. പക്ഷേ ഓരോ ക്വസ്റ്റ്യൻസ് എത്ര മാർക്സിന് വരെയാണ് ചോദിക്കാറ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഗ്രാമർ എന്തൊക്കെ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ സെറ്റ് ചെയ്തേക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ റീഡ് ദ പാസേജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും തരാം. അതായത് എക്സാമിന് വേണ്ടി നമുക്കുള്ള പോർഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഏത് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആവാം, ഐ വിൽ ഫ്ലൈ ആവാം, അല്ലെങ്കിൽ ആൻഡ് ദെൻ ഗാന്ധി കേം ആവാം, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആവാം. അപ്പോൾ ഏതൊരു ചാപ്റ്ററിൽ നിന്ന് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഒരു പാസേജ് തരും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ആൻസർ ചെയ്യണം. ഇത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ചാപ്റ്ററാണോ അല്ല, എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. സമ്മറി മാത്രമല്ല, ഒന്ന് വായിച്ചിട്ടുണ്ടാവണം. കാരണം ടെക്സ്റ്റിലെ സെയിം പാസേജ് തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. എന്നിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ പാസേജിൽ തന്നെ ഉത്തരം ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ പാസേജിൽ ഉത്തരം ഉണ്ടാവില്ല. ഇപ്പം നോക്കിക്കേ, ഹു ഈസ് ദി ഓത്തർ, ഒരു ചാപ്റ്ററിൽ ഒരു പാസേജ് തന്നിട്ട് ആരാണ് അതിൻ്റെ ഓതർ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല ആൻസർ. അത് നമ്മൾ പഠിച്ചിട്ട് പോകണം. ഇപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഓത്തർ ആരാണ്? ലിയാം ഓഫ് ലഹർട്ടിയാണ്. ഐ വിൽ ഫ്ലൈ ആണെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം. ആൻഡ് ദെൻ ഗാന്ധി കേം ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഓത്തർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്, ഒരു വാക്ക് തരാം, എന്നിട്ട് ആ വാക്കിൻ്റെ മീനിങ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് വായിക്കുക, അതിൻ്റെ കൂടെ മീനിങ്സ് നമ്മളൊന്ന് നോക്കിയിട്ട് പോകണം. ഹു ഈസ് മെൻഷൻഡ് ആസ് ഹി ഇൻ ദിസ് പാസേജ്, ഒരു പാസേജ് എന്നിട്ട് ഇവിടെ ഹി എന്ന് മീൻ ചെയ്തേക്കുന്നത് ആരെയാണ്, ഇതറിയണമെങ്കിലും ടെക്സ്റ്റ് നമ്മൾ വായിച്ചേ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് എക്സാം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുന്നത്. ഇനി നമുക്ക് പോയിട്രി എന്ന് നോക്കാം. ചിലപ്പോൾ റീഡ് ദ സ്റ്റാൻസ, കുറച്ച് പോയിട്രിയുടെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ ഒരു സ്റ്റാൻസ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. എന്നിട്ട് എന്തായിരിക്കും, ഹു ഈസ് ദ പോയറ്റ്. അപ്പോൾ പോയറ്റിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോൾ നമുക്കുള്ള പോയംസ് ഏതൊക്കെയാണ്? ഇഫ് എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ്, പിന്നെ ഡെത്ത് ദ ലെവലർ എഴുതിയത് ജെയിംസ് ഷേർലി, സൺറൈസ് ഓൺ ദ ഹിൽസ് എഴുതിയത് HW ലോങ്ഫെല്ലോ, ടു സ്ലീപ്പ് എഴുതിയത് വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ നമുക്ക് ഈ പോയിറ്റ്സ്, അതേപോലെ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ബെഞ്ചമിൻ പെക്കേത്ത്. അപ്പോൾ ആരാണ് പോയംസ് എഴുതിയത്, പോയറ്റിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ പോയിട്രിയുടെ പേരുകളും പോയിട്രിയുടെ പേരെന്താണെന്നും പോയിട്രി എഴുതിയ പോയിറ്റ്സിൻ്റെ പേരെന്താണെന്നും നോക്കണം. നെയിം ഓഫ് ദ പോയം, കണ്ടോ, പോയിട്രി ഏതാണ്, പോയത്തിൻ്റെ പേര് പഠിക്കണം. പോയറ്റിക് ഡിവൈസ് യൂസ്ഡ്, പിന്നെ ഷുവറായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോയറ്റിക് ഡിവൈസ്. നമുക്ക് പോയട്രി വായിക്കുമ്പോൾ തന്നെ അതിൽ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള ചോദിക്കാറുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഏതാണെന്ന് പറഞ്ഞുതരാം. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഈ ഡെത്ത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡെത്ത് ദ ലെവലറിലാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസാണ്. കാരണം അവിടെ മരണത്തിൻ്റെ തണുത്ത കൈകൾ കിങ്സിൻ്റെ മുകളിലും വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മരണം ഒരിക്കലും കൈയുള്ള ഒരു സംഭവമല്ല, അല്ലേ, മനുഷ്യന്മാർക്കാണ് കൈയുള്ളത്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോയറ്റിക് ഡിവൈസ് ഏതാണ്? പേഴ്സോണിഫിക്കേഷനാണ്. അതേപോലെ തന്നെ വേറെ പറയുകയാണെങ്കിൽ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്സ് അടുത്തടുത്ത് വന്നേക്കുവാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിമോറോൺ. പിന്നെ നോക്കിയേ, ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയാണ്. ഇവിടെ ഇമ്പോസ്റ്റേഴ്സിൻ്റെ മീനിങ് ചതിയന്മാർ, വഞ്ചകർ എന്നാണ്. അപ്പോൾ ഇവിടെ വിജയത്തിനെയും പരാജയത്തിനെയും ചതിയന്മാർ എന്ന് വിളിച്ചേക്കാൻ പോയിട്ട്, ഒരിക്കലും വിജയവും പരാജയവും ചതിയന്മാരല്ല, മനുഷ്യന്മാരാണ് ചതിക്കുള്ളൂ. അപ്പോൾ ഇവിടെയും ഉപയോഗിച്ചേക്കുന്നത് പേഴ്സോണിഫിക്കേഷനാണ്. പിന്നെ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ, സ്കൈത്ത് ആൻഡ് സ്പേഡ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? മെറ്റോണിമിയാണ്. ഇവിടെ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടവും ചെങ്കോലുമാണ്. ഇത് ഉപയോഗിക്കുന്നത് കിങ് ആണ്. ഡിറക്റ്റ് കിങ് എന്ന് പറയാതെ അവർ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ പേര് പറഞ്ഞു. അതേപോലെ തന്നെ സ്കൈത്ത് ആൻഡ് സ്പേഡ് എന്ന് പറഞ്ഞാൽ അരിവാൾ, തൂമ്പ എന്നൊക്കെയാണ് മീനിങ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പുവർ ഫാമേഴ്സും
ഫാമേഴ്സ് ആൻഡ് ലേബറേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ പേര് ഡയറക്റ്റ് പറയാതെ ഒബ്ജക്ട്സിൻ്റെ പേര് പറഞ്ഞേക്കാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റോണിമിയാണ്. കണ്ടോ, അങ്ങനെ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. നമ്മൾ ഇത് നോക്കിയിട്ട് പോകണം, കാരണം ഇതിൽ നിന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ പോയറ്റിക് ഡിവൈസസും നന്നായി പഠിക്കുക, എക്സാമിന് എപ്പോഴും കാണാറുള്ളതാണ്. പിന്നെ ഇലാബറേറ്റ് ദി ഐഡിയ ഓഫ് ദ ലൈൻ. ഇപ്പം നമുക്കൊരു വരി, പോയട്രിയിൽ നിന്ന് ഒരു വരി തരുന്നു, എന്നിട്ട് അതിൽ നിന്നുള്ള ഐഡിയ എന്താണ്, അതിൻ്റെ ആശയം എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോയട്രിയിലെ ലാസ്റ്റ് സ്റ്റാൻസ, അത് ആ പോയട്രിയുടെ മെസ്സേജാണ്. എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റാൻസ് എന്നിട്ട് അതിലെ മെസ്സേജ് എന്താണ് എന്നുള്ളത് ഇലാബറേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഏത് വരിയിലത്തെയും നമുക്ക് ഒരു ഐഡിയ വേണം. ഏതൊരു പോയം എടുത്താലും ഏതൊരു സ്റ്റാൻസ് തന്നാലും അതിലേത് ലൈൻ ചോദിച്ചാലും അതിനെപ്പറ്റി എഴുതാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ ഡെത്ത് ലെവലറിലെ ലാസ്റ്റ് വരികൾ, അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഓർത്തിരിക്കുള്ളൂ എന്നുള്ള ആ ഒരു വരി, ലാസ്റ്റ് വരിയാണ് ഡെത്ത് ലെവലറിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ലൈൻ ഒന്ന് നോക്കിയിരിക്കണം, എല്ലാ പോയിൻ്റെ. അതേപോലെ തന്നെ ഇടയ്ക്കുന്നുള്ള ലൈൻസും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് കുറച്ച് ഇമെയിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കോഴ്സിൽ ചോദിക്കാറുള്ളത് ഇമെയിൽ എക്സ്പെക്ട് ചെയ്യാം. ഒരു 4 മാർക്സിൻ്റെ നിന്ന് തുടങ്ങി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ് ഇമെയിൽ. ഇമെയിൽ ഷുവറായിട്ടും പഠിച്ചിരിക്കണം. ഇമെയിൽ എഴുതുമ്പോൾ ബോക്സൊക്കെ വരയ്ക്കുക, ഇമെയിൽ എന്ന ഹെഡിങ് കൊടുക്കുക, ടു അഡ്രസ്സ് എഴുതണം, ദെൻ CC എന്ന് എഴുതണം, അതിൻ്റെ താഴെ BCC എന്ന് എഴുതണം, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതണം, പിന്നെ നമ്മുടെ ആർക്കാണോ അയക്കുന്നത് ഡിയർ എന്നിട്ടിട്ട് അത് എഴുതുക. അതിൻ്റെ ലാസ്റ്റ് എങ്ങനെ വേണം, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു സൂൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൻ്റെ താഴെ നമുക്ക് ആരാണ് ഇമെയിൽ അയച്ചേക്കുന്നത് എന്നുള്ള ഫ്രം അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ്. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണണം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് റൈറ്റപ്പിൻ്റെ പ്രത്യേകത, നമ്മൾ സാധാരണ ഒരു പാരഗ്രാഫ് എഴുതുന്ന പോലെ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ വേണം. എപ്പോഴും എന്തെഴുതുമ്പോഴും ഹെഡിങ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ റൈറ്റപ്പ് എന്ന് കൊടുക്കുക, ഇതിൻ്റെ ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ അതിനെ പറ്റിയും കൊടുക്കുക ഹെഡിങ് ആയിട്ട്, എന്നിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാർട്ട്, ദെൻ കൺക്ലൂഷൻ. ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. 4 മാർക്സ് മുതൽ റൈറ്റപ്പും എക്സ്പെക്ട് ചെയ്യാം. ദെൻ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ഓർ ഹസൻ. ക്യാരക്ടർ സ്കെച്ച് പഠിക്കുമ്പോൾ ഒന്നുകിൽ മാഗിയുടെ അല്ലെങ്കിൽ ഹസൻ്റെ ഉറപ്പായും എക്സാമിന് ചോദിക്കുമെന്നുള്ള ഒരു കാര്യം ഓർത്ത് വച്ചിട്ട് പഠിക്കാം. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ടതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഈ തവണ മാഗി ആണെങ്കിൽ അടുത്ത തവണ ഹസൻ. ഇതിങ്ങനെ ഒരു ഓർഡറിൽ ചോദിക്കാറുണ്ട് എന്ന് കരുതി ഇത്തവണ മാഗി ചോദിച്ചു സോ അടുത്ത തവണ ഹസനെ ചോദിക്കുള്ളൂ എന്ന് മീനിങ് ഇല്ല. മാഗിയുടെ അല്ലെങ്കിൽ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. അതിലൊരു കോംപ്രമൈസും ഇല്ല, അത് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇനി നെക്സ്റ്റ് ട്രാവൽ ഇൻഫോ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഫോമാറ്റ് ടെക്സ്റ്റിലുണ്ട്. അതേപോലെ ഇമെയിലിൻ്റെ ഫോർമാറ്റും ടെക്സ്റ്റിലുണ്ട്. ട്രാവൽ ഇൻഫോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലം, ഏതെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്തൊരു സ്ഥലം, ആ സ്ഥലത്തിനെ പറ്റിയിട്ട് എഴുതണം. അപ്പോൾ അത് ട്രാവൽ എസ്സേ അല്ല കേട്ടോ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ട്രാവൽ എസ്സേ അല്ല ട്രാവൽ ഇൻഫോ അല്ല ട്രാവൽ ബ്രോഷർ. ഓക്കെ, അപ്പം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലം, ആ സ്ഥലത്തെ പറ്റിയിട്ട് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ എറണാകുളം എന്നുള്ള സ്ഥലം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എറണാകുളം എന്നുള്ളത് എഴുതുക, ഹെഡിങ് കൊടുക്കുക. ആദ്യം ട്രാവൽ ഇൻഫോമിന് മെയിൻ ഹെഡിങ് കൊടുക്കുന്നു, അതിൻ്റെ താഴെ എറണാകുളം എന്ന് കൊടുക്കുന്നു. അതിൻ്റെ താഴെ എറണാകുളത്തെ പറ്റി കുറച്ച് 1-2 സെൻറ്റൻസ് എഴുതുക. അതിൻ്റെ താഴെ ഗെറ്റിംഗ് ദെയർ എന്ന് ഹെഡിങ് കൊടുക്കുക. എറണാകുളത്തേക്ക് എങ്ങനെ ചെല്ലാം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എറണാകുളത്തേക്ക്, അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. ഫോറിനേഴ്സൊക്കെ വരികയാണെങ്കിൽ ആദ്യം സിയാലിൽ വരണം, എന്നിട്ട് വേണം പോകാനായിട്ട്. അതേപോലെ റെയിൽവേസ്, എറണാകുളം സ്റ്റേഷനിലേക്ക് ട്രെയിൻ ഉണ്ട്, അതേപോലെ മെട്രോ ഉണ്ട് എന്നൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ഡോണ്ട് മിസ് ഔട്ട്, അതായത് എറണാകുളത്തെ നല്ല സ്ഥലങ്ങൾ എവിടെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അവിടെ മറൈൻ ഡ്രൈവ് എഴുതാം, സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് എഴുതാം, മംഗളവനം എഴുതാം, അങ്ങനെ ലുലു മാൾ എഴുതാം, ഒബ്രോൺ മാൾ എഴുതാം. അങ്ങനെ എറണാകുളത്തുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഡോണ്ട് മിസ് ഔട്ട് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് താഴെയായിട്ട് എഴുതണം. അതിൻ്റെ താഴെ ക്യൂസീൻ എന്ന് കൊടുക്കണം. ക്യൂസീൻ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ്. പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊന്നും, ക്യൂസീൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, അവിടെ കിട്ടുന്ന നല്ല നല്ല സ്പെഷ്യൽ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്കത് എഴുതാം. കരിമീൻ, അതേപോലെ
എന്താ പറയുക മീൽസ്, കുഴിമന്തി, ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഇതാണ് ട്രാവൽ ഇൻഫോ. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് മുതൽ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് ഡിബേറ്റിൻ്റെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് തന്നിട്ട് നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാം, എഗെയിൻസ്റ്റ് ആയിട്ട് എഴുതാം. അത് ക്വസ്റ്റ്യനിൽ തന്ന പോലെ തന്നെ. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് എഴുതാൻ പറയും, ചിലപ്പോൾ എഗെയിൻസ്റ്റ് എഴുതാൻ പറയും, ചിലപ്പോൾ രണ്ടും എഴുതാൻ പറയും, ചിലപ്പോൾ ഇതിൽ ഒരെണ്ണം എഴുതിയാൽ മതി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ 4 മാർക്സിന് 4 ആർഗ്യുമെൻറ്റ്സ് പഠിച്ചിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് പോവാന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ മൈൻഡിൽ വേണം കേട്ടോ. പോയിൻറ്റ്സ് കൂടുതൽ എഴുതാൻ പറ്റിയത് എഴുതാം. നിങ്ങൾ ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാവണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പോയിൻറ്റിനെ പറ്റി ആ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാനായിട്ട് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എഴുതിയാൽ മതി. നിങ്ങൾ മറ്റഭിപ്രായക്കാരായിക്കോട്ടെ, സ്റ്റിൽ നിങ്ങൾക്ക് അറിയുന്നത് പോയിൻറ്റ്സ് നന്നായി എനിക്ക് എഴുതാൻ അറിയുന്നത് സപ്പോർട്ട് ചെയ്താണെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ലെറ്റർ റൈറ്റിംഗ് പഠിച്ചിട്ട് പോകണം. ലെറ്റർ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ്. ഫ്രണ്ടിനൊക്കെ എഴുതാവുന്ന ലെറ്റർ നന്നായി പഠിക്കുക, ഫ്രണ്ട്സിന് എഴുതാവുന്ന ലെറ്റർ പഠിക്കുക. ഓക്കെ, ദെൻ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് പേപ്പർ. ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററിന് എഴുതാൻ പറ്റിയ ലെറ്റർ. 8 മാർക്സ് വരെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ലെറ്റർ ടു ദ എഡിറ്റർ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അതിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്, പഠിക്കണം. നെക്സ്റ്റ് ഒരു സ്പീച്ച് പഠിക്കാനുള്ള, അതായത് ടു ഡെലിവർ ഇൻ സ്കൂൾ അസംബ്ലി, നിങ്ങളുടെ സ്കൂളിലെ അസംബ്ലിയുടെ ടൈമിൽ നിങ്ങൾക്ക് പറയാനുള്ള സ്പീച്ച്. 6 മാർക്സ് തുടങ്ങി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, സ്പീച്ച് പഠിക്കണം. സ്കൂൾ അസംബ്ലി എന്ന് പറയുമ്പോൾ ഓർക്കുക, ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് എഴുതുക. ഡബിൾ കോട്ട്സിൽ ടോപ്പിക് എഴുതുക, അതെല്ലാം തന്നെ ഈ ടോപ്പിക് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്പീച്ച് എഴുതുക. എൻഡ് ചെയ്യുമ്പോൾ മെസ്സേജ് കൊടുത്തിട്ട് വേണം എൻഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഗ്രാമർ തെറ്റിക്കാതെ കൃത്യമായിട്ട് പ്രൊഫൈൽ എഴുതി കഴിഞ്ഞാൽ 6 മാർക്സ് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പ്രൊഫൈലിനൊരു ഹെഡിങ് കൊടുത്തു. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ആണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് അത് സൂപ്പർനോവ ഓഫ് ഫിസിക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈലാണ് തന്നത്, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രൊഫൈൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മേ ബി 5 മാർക്സിൻ്റെ അല്ലെങ്കിൽ 6 മാർക്സിൻ്റെ ഒക്കെ ചോദിക്കാം. ഗ്രാമർ തെറ്റിക്കാതെ എഴുതി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യമാണ് പ്രൊഫൈൽ. ഇത് CBSE പഠിച്ച കുട്ടികൾക്ക് വലിയ ഐഡിയ ഉണ്ടാവണം എന്നില്ല പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾ പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പഠിച്ചിട്ട് പോകണം കേട്ടോ. 6 മാർക്ക് കിട്ടുന്ന ഒരു ഭയങ്കര എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്സ് ഷുവറാണ്. കുറച്ച് കാര്യങ്ങൾ ഗ്രാമർ ശ്രദ്ധിച്ചാൽ മതി. ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കാണണം. നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ കാണണമെന്നല്ല, പ്രൊഫൈലിൻ്റെ വീഡിയോ കാണാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് എവിടെന്നെങ്കിലുമൊക്കെ കേട്ട് പഠിക്കുക, എന്നിട്ട് എഴുതാം. നെക്സ്റ്റ് വൺ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ട്രാവൽ ഗൈഡ്. അപ്പോൾ നിങ്ങൾക്കൊരു ടൂർ പോകണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഏജൻ്റ് ആവാം, അല്ലെങ്കിൽ ട്രാവൽ ഏജൻറ്റിനെ വിളിച്ചിട്ട് ആ ഒരു ട്രിപ്പിനെ പറ്റി ചോദിക്കുന്ന കോൺവെർസേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്, നോട്ട്സ് റെഫർ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഷുവർ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ലൈവ് TV റിപ്പോർട്ട് ഷുവർ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാൻ പറ്റിയതാണ്. ലൈവ് TV റിപ്പോർട്ടും ന്യൂസ് പേപ്പർ റിപ്പോർട്ടും എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ലൈവ് TV റിപ്പോർട്ട് എഴുതാൻ കാണുമ്പോൾ തന്നെ എല്ലാവരും ചാടിക്കയറി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതും, തെറ്റും. കാരണം ലൈവ് TV റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ലൈവ് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി, സംഭവം നടന്നു, പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ലൈവ് TV റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സിനിമയില്ലേ ക്യാമറാമാൻ വേണുവിനോടൊപ്പം രേണുക റൺ ബേബി റണ്ണിൽ, യെസ്, അപ്പോൾ അവിടെ ലൈവാണ്. അപ്പോൾ ലൈവാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വേറെയാണ്, അത് തെറ്റിക്കരുത്. നമ്മുടെ ലഹോള ബലൂണിൻ്റെ ടേക്ക് ഓഫിനെ പറ്റിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ടേർട്ടിൽ കോളിങ്ങിനെ പറ്റിയിട്ട്. സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവിലെ ടേർട്ടിൽ കോളിംഗ് നടക്കുന്നത് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. 8 മാർക്സിൻ്റെ വരെ ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലൈവ് TV റിപ്പോർട്ട്. നല്ലോണം പഠിക്കണം. നെക്സ്റ്റ് വൺ ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൂർ പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉണ്ടായ അനുഭവങ്ങൾ എഴുതാം. അപ്പം നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയുന്ന സ്ഥലങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ പോയ ടൂർ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയറായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതാൻ പറ്റിയ സ്ഥലം എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഗോവ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക.
പക്ഷേ എഴുതി വരുമ്പോൾ എനിക്ക് ഗോവയിലെ സ്ഥലങ്ങളെ പറ്റി പറയാൻ അറിയില്ലെങ്കിൽ അവിടെ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഒരു എറണാകുളത്തെ സ്ഥലമോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയുന്നൊരു സ്ഥലത്തെ പറ്റി എഴുതുകയാണെങ്കിൽ എനിക്ക് നന്നായി അത് എഴുതാൻ പറ്റും. നിങ്ങളതാ നോക്കേണ്ടത്. സ്ഥലം ഇപ്പോൾ ഞാനിപ്പോൾ വലിയ അടിപൊളി ഒരു സ്ഥലം എഴുതി, പക്ഷേ എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞു. നമ്മളങ്ങനെയല്ല. നമ്മൾ എഴുതുമ്പോൾ പോയിൻറ്റ്സ് കൂടുതൽ വരണം. അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എഴുതുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എക്സാമ്പിൾസ് അടുത്തുള്ളതേ പറയുള്ളൂ. എൻ്റെ എറണാകുളം ജില്ല, സോ ഞാൻ അടുത്തുള്ളതേ പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം എല്ലാവർക്കും അറിയണത് അതാണ്. ഞാൻ കൂടുതൽ അടിപൊളി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിനെ പറ്റി ഒരു ഐഡിയ പോലും ഇല്ല. അപ്പം ഞാൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പോയിൻറ്റ്സ് എഴുതാൻ കിട്ടില്ല. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടി ഇങ്ങനെ യാത്ര പോവാണ്. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി, ഇന്ന ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു സ്പോട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ വ്യൂസ് കണ്ടു. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തു. അങ്ങനെ എഴുതി പോകണമെങ്കിൽ എനിക്കത് ശരിക്കും ഞാൻ പോയ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന സ്ഥലത്തെ പറ്റി ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എസ്സേ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. യെസ്, ഷുവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. എസ്സേ ക്വസ്റ്റ്യൻ. എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലൊരു ഇൻട്രൊഡക്ഷൻ. മെയിൻലി ഹെഡിങ് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് പോവുക. എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ നന്നായി പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവറാണ്. നിങ്ങൾ എല്ലാ വർഷത്തെയും ഈ ഒരു 2015 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാം. ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ. ഓക്കെ, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു പോയം തരും. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം. പുതിയൊരു പോയം, നിങ്ങൾ കേട്ടിട്ടേ ഇല്ലാത്തൊരു പോയം തരും. അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതണം. 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇതുവരെ കേൾക്കാത്തൊരു പോയമിനെ പറ്റി എഴുതാമെന്ന് 8 മാർക്കിന്. അപ്പോൾ അതിന് കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം ചോദ്യം തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതേണ്ടതെന്നുള്ളത്. ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു പോയട്രീനെ പറ്റിയിട്ട് എങ്ങനെ 8 മാർക്ക് തന്നെ കിട്ടും എന്നല്ലെങ്കിൽ ഒരു 7 മാർക്സിലൊക്കെ എത്തിക്കാനായിട്ട് എങ്ങനെ പറ്റുമെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം. പിന്നെ നമുക്ക് ആർക്കും വലിയ ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് പറയുന്നത്. ഗ്രാമർ എന്തായാലും എക്സാമിന് ചോദിക്കും. നിങ്ങൾക്കിപ്പോൾ ഇഫ് എന്നുള്ളൊരു ടോപ്പിക്ക്, ഇഫ് എന്ന് പറഞ്ഞൊരു പോയം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇഫിലെ ഗ്രാമർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് എന്നുള്ള പോയം അതിൻ്റെ അവിടെ നമുക്ക് കണ്ടിട്ടില്ലേ, ഇഫ് ക്ലോസസിൻ്റെ ഒരു ഗ്രാമർ പാർട്ട്. അത് ഭയങ്കര ഈസിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ വിൻ. ഇവിടെ ഏത് കണ്ടീഷനാണെന്ന് വെച്ചാൽ ഇഫിൻ്റെ കൂടെ യു പ്ലസ് ഒരു പ്രസൻറ്റ് ടെൻസാണ് തന്നിരിക്കുന്നത്, വർക്ക് ഹാർഡ് അല്ലേ, ഇത് പ്രസൻറ്റ് ടെൻസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? യു വിൽ വിൻ, യു വിൽ സക്സീഡ്. കണ്ടോ, ഇഫ് യു വർക്ക് എന്നൊരു ഫോർമുല ആണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് പ്ലസ് യു പ്ലസ് പ്രസൻറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ യു പ്ലസ് വിൽ എന്നുള്ളത് കൊടുക്കണം. വില്ലാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് വരിയിൽ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ നോക്കിക്കേ, ഇഫ് യു വർക്ക്ഡ് വിത്ത് കോൺഫിഡൻസ് യു വുഡ് സക്സീഡ്. വർക്ക്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണെന്നാണെങ്കിൽ ഇ ഡി ഫോം കണ്ടോ, വർക്ക്ഡ് ഇ ഡി, അങ്ങനെ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ വിൽ എന്നുള്ളത് മുകളിൽ നമ്മൾ പ്രസൻറ്റ് വർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ വിൽ എന്ന് എഴുതി. ഇവിടെ വർക്ക്ഡ് ആയി, അപ്പോൾ നമ്മൾ വില്ല് മാറ്റി എന്ത് എഴുതണം? വുഡ് ആക്കണം. യു വുഡ് സക്സീഡ്. മൂന്നാമത്തെ നോക്കിയേ, ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാഡ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായി? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാവ്, ഹാസ്, ഹാഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അത് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം ഹാഡ് കഴിഞ്ഞിട്ട് ഇ ഡി, വർക്ക്ഡ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഹാഡ് പ്ലസ് വർക്ക്ഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇ ഡി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ആണെന്ന്. അപ്പോൾ പാസ്റ്റും പിന്നെ ഹാഡും തന്നേക്കുന്നതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, വർക്ക്ഡ് എന്നുള്ളത് ഇ ഡി ആഡ് ചെയ്തപ്പോൾ പാസ്റ്റായി, ഹാഡ് എന്നുള്ളത് വന്നപ്പോൾ പെർഫെക്റ്റ് ആയി. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അതിൻ്റെ കൂടെ എങ്ങനെ എഴുതാം? ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക യു വുഡ്
വുഡ് എഴുതുക, പ്ലസ് ഹാവ് എഴുതുക, പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സക്സീഡിൻ്റെ V3 ഫോം എന്ന് പറഞ്ഞാൽ സക്സീഡഡ്. V3യുടെ വേറെ പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇതൊന്നും ഓർക്കുക, ഇതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ്. ഈ ഒരു ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഫോർമുല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഇഫ് റിലേറ്റഡ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് ഐ ഹാഡ് ട്രൈഡ് അഗെയിൻ. അപ്പോൾ അവിടെ നമുക്ക് ഹാഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മൂന്നാമത്തെയാണ് അല്ലേ, മൂന്നാമത്തെ ആ ഒരു റൂൾ റിലേറ്റഡ് ആയിട്ടാണ് എഴുതിക്കണേ. ഇഫ് യു ഹാഡ്, കണ്ടോ, അത് കഴിഞ്ഞിട്ട് വർക്ക്ഡ് ഹാർഡ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കുക. ഓക്കെ, ഹാഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ യു വുഡ് അല്ലെങ്കിൽ യു കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അതുണ്ടോ ഇവിടെ നിൽക്കണേ. ഇഫ് ഐ ഹാഡ് ട്രൈ അഗൈൻ, ഐ കുഡ്, അത് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സോൾവിൻ്റെ V3 ഫോം സോൾവ്ഡ്. സോ അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഗ്രാമർ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ടഫാണെന്ന് വിചാരിക്കല്, ഇത് ഭയങ്കര എളുപ്പമാണ്. ആ ഒരു ഫോർമുല നന്നായി പഠിച്ചാൽ മതി, ഓക്കെയാണ്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ഇഫ് യു വർക്ക് ഹാർഡ്. ഇഫ് യു വർക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ വിൽ എന്നുള്ളത് ചേർക്കുക. അടുത്തത് വർക്ക്ഡ് എന്നാണ് തന്നിട്ടുണ്ടെങ്കിൽ വുഡ് ആക്കുക. പിന്നെ ഹാഡ് തന്നിട്ടുണ്ടെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് ഈസിയാണ്, എന്തായാലും പഠിക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, വേറെ കുറച്ച് ഗ്രാമർ നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇത് ഭയങ്കര എളുപ്പമാണ്. ഫസ്റ്റ് വൺ നോക്കിയേ, 5 കിലോമീറ്റേഴ്സ് ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ 5 കിലോമീറ്റേഴ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയും 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എസ് ഇല്ലേ, അപ്പോൾ അവിടെ ഇസ്സല്ലല്ലോ ആറല്ലേ വരണ്ടേന്ന് നമുക്ക് സംശയം വരും. ഇവിടെ ശ്രദ്ധിക്കുക, 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുക. 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്, ഒരു 5 കിലോമീറ്ററിൻ്റെ കാര്യം പറഞ്ഞാണ്, അങ്ങനെ എടുക്കുക, അല്ലാതെ 5 എണ്ണമായിട്ട് എടുക്കരുത്. അപ്പോൾ 5 കിലോമീറ്റേഴ്സിൻ്റെ കൂടെ ഈസ് എന്നാ വരാം. ഈസ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ്. കണ്ടോ, അപ്പോൾ ഇവിടെ എ എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് അല്ല, അവിടെ ഒന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷേ അത് പെട്ടെന്ന് 5 കിലോമീറ്റേഴ്സിൻ്റെ എസ് കാണുമ്പോൾ നമ്മളത് വിചാരിക്കും അവിടെ ആറാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അവിടെ ആറല്ല, ഈസ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ നോക്കിയേ, വൺ ഓഫ് ദ ഷീപ്പ് ഹാസ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക് എന്നാണ്. കാരണം വൺ ഓഫ്, ഈച്ച് ഓഫ് എന്നൊക്കെ വരുമ്പോൾ ഓർക്കുക അവിടെ ഹാസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് കുറേ ഷീപ്പിൽ ഒരെണ്ണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഓർക്കുക ഹാസ് ആണ്. സിംഗുലർ ഒന്ന് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. ഒന്നിലധികം ഉണ്ടെങ്കിലാണ് അതിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുക, ഹാവ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, നെയ്തർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്. ഇവിടെ ഹാവ് ഉപയോഗിച്ചു, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഹാവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നെയ്തർ നോർ, എയ്തർ ഓർ, അതായത് നെയ്തറിൻ്റെ അടുത്ത് തന്നെ ഒരു സിംഗുലറും നോറിന് ശേഷം ഒരു പ്ലൂറൽ ഉപയോഗിച്ചു. അതിൻ്റെ അടുത്ത്, ആ പ്ലൂറലിൻ്റെ അടുത്ത് ബ്ലാങ്ക് വന്നിട്ടുണ്ട്, അവിടെയാണ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്ലാങ്കിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് നോക്കാം. ഒന്നുകൂടി പറഞ്ഞുതരാം. നെയ്തർ നോർ, എയ്തർ ഓർ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റൻസ് എഴുതുമ്പോൾ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ടീച്ചർ എന്നുള്ളത് ഒരു സബ്ജക്റ്റ്, സ്റ്റുഡൻസ് എന്നുള്ളത് ഒരു സബ്ജക്റ്റ്. ഇവിടെ ബ്ലാങ്ക് ഇട്ടേക്കുന്നത് സ്റ്റുഡൻസിന് ശേഷമാണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം പ്ലൂറലാണ്. സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞാലും പ്ലൂറലാണ്, ഒന്നിലധികം കുട്ടികളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അടുത്ത് കിടക്കുന്നത്, അതായത് ആ ബ്ലാങ്കിൻ്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അടുത്ത സിംഗുലർ വേർബും, ഇവിടെ പ്ലൂറലാണ് കിടക്കണേ, സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എന്താണ്, പ്ലൂറൽ വെർബാണ് എഴുതേണ്ടത്. സ്റ്റുഡൻസ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിന് കൂടെ പ്ലൂറൽ വെർബായിട്ട് ഹാവ് ആണ് ഉപയോഗിക്കുക. സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ അത് ഹാസ് ആയനെ, ഇവിടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഹാവ്. ഇഫ് യു ഇൻവൈറ്റ് ഹെർ, ഇത് നമ്മൾ അപ്പുറത്ത് പറഞ്ഞാണ്. ഇഫ് യു ഇൻവൈറ്റ് ഫസ്റ്റ് കണ്ടീഷനാണ്, അവിടെ എന്ത് വരും, വിൽ ആഡ് ചെയ്യണം അല്ലേ, ഷീ വിൽ കം. നെക്സ്റ്റ് വൺ നോക്കിക്കേ, ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഡാഷ്. ഇവിടെ എസ്കേപ്പ് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ പോലീസ് തീഫ് രക്ഷപ്പെട്ടതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഹാഡ് എസ്കേപ്ഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഒരു ആക്ഷൻ വേറൊരു ആക്ഷന് മുമ്പേ നടന്നെങ്കിൽ നമ്മൾ അവിടെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ?
അതായത് ഇപ്പോൾ 2 സംഭവങ്ങൾ നടന്നു. ഒന്ന് പോലീസ് വരുന്നതിനേക്കാൾ മുമ്പ് കള്ളൻ രക്ഷപ്പെട്ടു. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോൾ പോലീസ് വന്നു. 2 ആക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. ഇവിടെ നോക്കിക്കേ, ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ് ഹാഡ് എസ്കേപ്ഡ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാനായിട്ട് ഹാഡ് ചേർക്കണം, അതിൻ്റെ കൂടെ എസ്കേപ്ഡ് പാസ്റ്റ് ആക്കണ്ടേ, കഴിഞ്ഞു പോയി, എസ്കേപ്പ് ആയി പോയിട്ടാണ് പോലീസ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ സംഭവമാണ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് വേറൊരു സംഭവം നടന്നു കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ കണ്ടോ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ എസ്കേപ്പ് എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും, എസ്കേപ്ഡ് എന്ന് എഴുതിയാലും തെറ്റിപ്പോവും. ഹാഡ് എസ്കേപ്ഡ് എന്ന് എഴുതണം, കാരണം ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഒന്ന് സംഭവിച്ചതിന് ശേഷം അടുത്ത് സംഭവിച്ചിട്ടുണ്ട്, 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് കാണിക്കാനാണ് കേട്ടോ. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ, ലാസ്റ്റ് ഇയർ ഐ ഡാഷ് ബാക്ക് ഹോം എവറി ഈവനിങ്. വർക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രസൻറ്റ് ആയി പോകും. ഇത് ലാസ്റ്റ് ഇയറിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, കഴിഞ്ഞ വർഷം. അപ്പോൾ വാക്ക് എന്ന് എഴുതി പ്രസൻറ്റ് ആക്കണോ? അല്ല, പാസ്റ്റിലേക്ക് ആക്കണം. വാക്ക് എന്താക്കണം? വാക്ക്ഡ് ആക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹി യൂഷ്വലി വെയർസ് പാൻസ് ബട്ട് നൗ ഹി ഡാഷ് വേറെ ധോതി. അവൻ യൂഷ്വലി പാൻസ് ഇടാറ്, പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോഴും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. പാൻസ് അല്ല, ധോത്തിയാണ് ഇടുന്നത്. അത് പറയാനായിട്ട് ഈസ് വെയറിങ്, അതായത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അവൻ പാൻസിന് പകരം ധോത്തിയാണ് യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഈസ് വെയറിങ്. നെക്സ്റ്റ് നോക്കിയേ, ലുക്ക് ദ സ്നോ ഡാഷ് ഫോൾ എന്ന് തന്നിട്ടുള്ളൂ. നോക്കൂ, അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക, അവിടെ എന്ത് വേണം? ഈസ് ഫോളിങ്. ഓക്കെ, ഇവിടെ ഇത് എളുപ്പമാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രാമർ സ്കിപ്പ് ചെയ്യരുത്, ഗ്രാമർ നമുക്ക് വേണ്ടതാണ്. ഗ്രാമറും കൂടി ഉണ്ടെങ്കിലാണ് നല്ല മാർക്സ് മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.